എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് പെട്ടെന്ന് ഇന്ത്യയോട് അരി അഭ്യർത്ഥിച്ചതും സഹായം അഭ്യർത്ഥിച്ചതും എന്നുള്ള ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുമ്പോഴാണ് അതിനൊരു കാരണമുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനുസും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും തമ്മിൽ കെയ്റോയിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. D8 രാജ്യങ്ങളുടെ ഒരു സെമിനാറിൽ വെച്ചായിരുന്നു ഇവർ കൂടിക്കാഴ്ച നടത്തിയത്. 1971 മുതൽ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധങ്ങൾ തകർന്നിരുന്നു. ആ ബന്ധം നമുക്കിനി പുനഃസ്ഥാപിക്കണം, ജനങ്ങൾ കൂടുതൽ ഇടപഴകണം, ഒറ്റക്കെട്ടായി നമ്മൾ മുൻപോട്ട് പോകണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തു. IT മേഖലയിൽ കൂടുതൽ സജീവമാകണം, ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വിസ ചട്ടങ്ങൾ ഇളവ് വരുത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസിനോട് പാക് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് തങ്ങളെ സഹായിക്കണം, സാമ്പത്തികമായി കൂടി തങ്ങളെ സഹായിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ്. ഇതോടുകൂടിയാണ് യൂനുസിന് കാര്യം മനസ്സിലായ ഉരുളി ചെന്ന് മദ്ദളത്തോടെ കഥ പറയുന്നത് പോലെയായി കാര്യങ്ങൾ. കാരണം അവിടെ നിന്ന് സാമ്പത്തിക സഹായവും മറ്റു സഹായങ്ങളും തേടിച്ചെന്ന് യൂനുസിന് മുമ്പിൽ പാകിസ്ഥാൻ പറഞ്ഞത് തങ്ങളെ സഹായിക്കാൻ ഒരു മനസ്സ് കാണിക്കണമെന്നാണ്. നമുക്കറിയാം, പാകിസ്ഥാൻ 8 നിലയിൽ പൊട്ടി നിൽക്കുന്ന ഒരു രാജ്യമാണ്. സാമ്പത്തികമായി മാത്രമല്ല മറ്റു പലതരത്തിലും നിരന്തരം കലാപങ്ങളും സംഘർഷങ്ങളുമാണ്. പട്ടാളക്കാർക്ക് പോലും സുരക്ഷിതമായി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം നിൽക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്താണ് ഏതാണ്ട് അതേ ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു രാജ്യം സഹായവുമായി എത്തുന്നത്. ഇവിടെയാണ് യൂനുസ് പൊടുന്നതിന് തന്നെ പട്ടിണി മാറ്റാൻ അരി നൽകണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടാനുണ്ടായ സാഹചര്യം ഇതാണ്. അതായത് ഇതെല്ലാം നടന്നത് കഴിഞ്ഞ 72 മണിക്കൂറിനിടയിലാണ് എന്നുള്ളതാണ് അത്ഭുതം. കാരണം പാകിസ്ഥാൻ്റെ ഈ പ്രധാനമന്ത്രിയുടെ ഈ ആവശ്യം കേട്ടുടനെ തന്നെ യൂനുസിന് കാര്യം മനസ്സിലായി, ഇനി അവിടെ തങ്ങുന്നത് പന്തിയല്ല എന്നും ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ ഇനി ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ മേഖലയിൽ ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യത്തിനെയും സമീപിക്കാൻ അല്ലെങ്കിൽ സഹായം ചോദിക്കാൻ ബംഗ്ലാദേശിന് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം യൂനുസും അവിടുത്തെ മതമൗലികവാദ സംഘടനകളും പതുക്കെ മനസ്സിലാക്കി തുടങ്ങുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.